മോൻ ഓണത്തിന്റെ ഐതിഹ്യം പറഞ്ഞുതരാം. അതായത് പറഞ്ഞതാദ്യം ചെയ്യടാ. ഒരു മിനിറ്റ്. പേര്, ഏജ്, ക്ലാസ്, നമ്പർ എഴുതാ. ഇത് എഴുതിയിട്ടുണ്ട് സാറേ. ആ പെരുമ്പാമ്പ? അയ്യോ അത് അങ്ങനെയല്ല. പേര് UM ബാബു അങ്ങനെ എഴുതിയതാ. എന്തോ ആയിക്കോട്ടെ. ഇനി ഈ ക്യാമ്പസിൽ കണ്ടുവരുന്നു തന്നെ. എന്താടോ ഇവിടെ? പ്രിൻസിപ്പൽ സാറാ ഇന്ന് നല്ലൊരു ഓണപരിപാടി ദിവസമായിട്ട് ഈ കോളേജിലേക്ക് കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ കയറ്റിയതുവനെ കയ്യോടെ പിടിച്ചു ഞാൻ. ആണോടാ? സാറേ തെറ്റുപറ്റി പോയതാ സാറേ. എനിക്കൊരു നല്ല കുറ്റബോധമുണ്ട്. കരച്ചില് വരിക. എന്നിട്ട് നീ കരയുന്നില്ലല്ലോ. പിന്നെ ഈ കണ്ണു കൂടെ ഒഴുകുന്ന അടപ്രഥമന തർക്കുത്തരം. സാർ അവനെ പറഞ്ഞു വിട്ടിട്ട് അങ്ങോട്ട് വന്നേ. അവിടെ ഉട്ടുകുത്തലും പറയടിയും നടന്നോണ്ടിരിക്കുക. അല്ല, പൊട്ടുകുത്തലും ഉറിയടിയും നടന്നോണ്ടിരിക്കുക. എടോ ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കാം. പാവം ചെറുക്കനാ. എനിക്ക് ഉച്ചയ്ക്ക് സദ്യക്ക് ഉപ്പ് വിളമ്പി തന്നത് പോലും ഇവനാ. വെറുതെ വിട്ടേക്കാം. കാരണം അവന് പനിഷ്മെന്റ് കൊടുക്കാതെ വിട്ടാ ശരിയാവില്ല. അതൊന്നും വേണ്ടടോ. നീ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. പൊക്കോ. പിന്നെ നിന്റെ ക്ലാസ്സുകാര് ഓണപ്പൂക്കൾ കിട്ടോ? ഇല്ല സാർ, പൂവാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട്. മോനെ ഇതൊക്കെ എന്നോട് പറയണ്ടേ. ഞാൻ നിനക്കൊരു 500 രൂപ തരാം. പോയി വാങ്ങിക്കോ. സാറേ പൈസ കൊടുക്കല്ലേ, അവൻ വേറെ കുപ്പി എടുക്കും. താൻ മിണ്ടായിരിക്കണോ? ഓണമൊക്കെ ആയിട്ട് പൈസ കൊടുക്കാതെ താൻ തന്നെ കൊടുക്കണം. എനിക്കൊന്നും വയ്യ. കൊടുക്കണോ? എന്നാ ഇതെന്താ സാറേ? 2 200 നോട്ടും ഒരു 100 നോട്ടും മൊത്തം 500. ഓക്കെ ആടാ മോനെ? ഓക്കെ ആണല്ലോ. എന്നാ ഇനിയിപ്പോ ഞാനാണ് കഞ്ചാവ്. മക്കളെ, നമ്മൾ പറഞ്ഞു വന്ന ഓണത്തിന്റെ ഐതിഹ്യം. പാതാളത്തിലേക്ക് വാമനൻ മഹാത്മാഗാന്ധിയെ ചവിട്ടി താഴ്ത്തിയതാണ് ഓണം.